ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. സെക്കൻഡാമത്തെ ചേച്ചി. എനിക്ക് 2 ചേച്ചിമാരാണ്. അതിൽ രണ്ടാമത്തെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആളപ്പോൾ BSFിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ബർത്ത്ഡേക്കൊന്നും നമ്മുടെ വീട്ടിൽ വളരെ ചിലപ്പോൾ ആളുടെ ബർത്ത്ഡേ പോലും ഓർക്കാറുമില്ല. അമ്മ പോലും ചിലപ്പോൾ പിറ്റേഴ്സം കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പോഴേക്കും ഞങ്ങളും ആലോചിക്കാറ്. അപ്പൊ ഇന്ന് പ്രാവശ്യം ആള് നാട്ടിലുണ്ട്, ഈ ടൈമിൽ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുക. ആൾക്ക് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇത്ര നേരമായിട്ട് വിഷസ് പോലും ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു കുഞ്ഞ് സർപ്രൈസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, കേക്ക് പോയി പിക്ക് ചെയ്തിട്ട് നേരെ ചേച്ചിന്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ സർപ്രൈസ് ആവോ ഇല്ലയോ നോക്കാം. ചിലപ്പോൾ റിയാക്ഷൻ ഇടാത്ത ടീംസ് ആയതുകൊണ്ട് ഇനി റിയാക്ഷൻ വരുമോ പോലും അറിയില്ലല്ലേ. എനിവേ നമ്മുടെ കുഞ്ഞ് സർപ്രൈസ് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നേരെ നമുക്ക് ചേച്ചിന്റെ വീട്ടിലോട്ട് പോയി ആ ഒരു റിയാക്ഷൻ എടുക്കാം. നമ്മളിപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാജിക് ബേക്കേഴ്സ് എന്നാണ്. കഴിഞ്ഞ വട്ടം ലൂസ് ഓർഡർ ചെയ്തപ്പോൾ അവൾക്ക് പോപ്സിക്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെരച്ചിലാണ്. ഇപ്രാവശ്യം കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി തിരഞ്ഞതാണ്, പക്ഷെ കിട്ടിയില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട്. ആൾക്കാരുണ്ടോ? കാറുണ്ട്, അപ്പോൾ ആളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വരുന്ന കാര്യം അവർക്ക് അറിയില്ല. പക്ഷേ ഞാൻ പോയി ഗേറ്റൊക്കെ ഒന്ന് തുറക്കട്ടെ. ഞങ്ങൾ പോണ കാര്യം ചേച്ചിക്കൊന്നും അറിയില്ല. അപ്പോൾ ചേച്ചി കണ്ട ഉടനെ നല്ല സർപ്രൈസ് ആവുന്ന വിചാരിച്ചു, പക്ഷെ സർപ്രൈസ് ആയില്ല ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസ് ആയ ചേച്ചി. നമ്മുടെ ചെറിയ സർപ്രൈസ് ഇതൊന്നുമല്ല. നമ്മുടെ ചേച്ചി നാട്ടിലില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ചേച്ചിൻ്റെ ബർത്ത്ഡേ അധികം ആലോചിക്കാത്തതുകൊണ്ടും നമ്മൾ വിചാരിച്ചു ചേച്ചിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ കൊണ്ട് നമുക്ക് ചേച്ചിക്ക് ഒരു വിഷസ് വീഡിയോ ഉണ്ടാക്കി കൊടുക്കാം. അതിൻ്റെ റിയാക്ഷനാണ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാളും ചേച്ചി ഭയങ്കര ഹാപ്പിയും സർപ്രൈസുമായി. എനിക്ക് പറ്റുന്ന പോലെ ഒരു ചെറിയ ഗിഫ്റ്റ് കൂടെ ഞാൻ കൊടുത്തു. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ടു യു ചേച്ചി. എല്ലാ ബർത്ത്ഡേ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ചേച്ചിൻ്റെ വെഡ്ഡിങ് വീഡിയോ നമ്മൾ കുറച്ച് നേരം കണ്ടിരുന്നു. അപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ സമയം. നല്ല കിടില നോൺ വെജ് സദ്യയായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് അടി കഴിഞ്ഞ് നല്ല പഴുത്ത മാങ്ങ കൂടെ കഴിച്ചു. നമ്മുടെ ചേച്ചി കീറിത്തരും നമ്മൾ വായിലോട്ട് എടുത്തിടും, ചേച്ചി കീറിത്തരും നമ്മൾ വായിലോട്ട് എടുത്തിടും. അപ്പം ഇങ്ങനെ തിന്നല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു ചേച്ചി. അപ്പോൾ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ഓക്കെ, പോവാ.